അസ്സലാമലൈക്കും. ഇന്ന് വളരെ എളുപ്പമായിട്ടുള്ള മുട്ടപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ സാധനം രാവിലെ ഭക്ഷണമായിട്ടും കഴിക്കാൻ പറ്റും, വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അതിന് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതിനായിട്ട് 2 കപ്പ് മൈദ, 2 മുട്ട, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എളുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മുട്ടയും മൈദയും ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചാലും വേഗമാവും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഇതിൽ ഈ മാവിൽ 1 സ്പൂൺ 2 സ്പൂൺ മധുരം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. രണ്ട് കപ്പ് മൈദക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കട്ടികളൊന്നും ഇല്ലാണ്ട് ദോശമാവിൻ്റെ ബാറ്റർ പോലെ ആക്കിയെടുക്കണം. ഇതുപോലെ ഉണ്ടാവണം. ഇതിൽ വേണമെങ്കിൽ കുറച്ച് സോഡാപ്പൊടി ആഡ് ചെയ്യാം, ബേക്കിംഗ് സോഡ. നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ശരിക്കും ഈ മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണം എന്നില്ല, അതുകൊണ്ട് ഇന്ന് പാനിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി നോക്കാം. കുറച്ച് മീഡിയം ചൂട്ടിലുള്ള ഒരു പാനിൽ ഓയിലൊന്നും ഒഴിക്കാണ്ട് 1 സ്പൂൺ മാവെടുത്ത് ഇങ്ങനെ കുറച്ച് കട്ടിയിൽ ഒഴിച്ച് കൊടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിന് കോമ്പിനേഷനായിട്ടുള്ളത് തേങ്ങാപ്പാലും പഞ്ചസാരയുമാണ്. അതിനായിട്ട് ആ അരമുടി തേങ്ങ ഫുള്ളും എടുത്തിട്ടുണ്ട്. അതിൽ തേങ്ങാപ്പാൽ നമ്മൾ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലെടുത്ത് മാറ്റി വെക്കാം. ഇതിപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. തിരിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല, അങ്ങനെ എടുക്കുക. ഇതിൽ കണ്ടില്ലേ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് വരണം. അങ്ങനെ എല്ലാ മാവും നമ്മൾ ചുട്ടെടുക്കാം. ഇത് വേവാനൊന്നും അധികം സമയം എടുക്കില്ല, ഒരു 30 സെക്കൻഡ്സ് 40 സെക്കൻഡ്സ് ഒക്കെ മതി. നല്ല സോഫ്റ്റായിട്ടുള്ള മുട്ടപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് പഞ്ചസാര സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കുഴച്ചിട്ടാണ് കഴിക്കേണ്ടത്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ പറയാം.